എങ്ങോട്ടാ? ഞാൻ ഒരാളെ തപ്പി ഇറങ്ങി വന്നേ. അവിടേക്കാണേ വാ, ഞാൻ ഇറങ്ങാം അങ്ങോട്ട്. വേണ്ടടാ, ഞാൻ നടന്നു പൊക്കോളാം. കേറുന്നേ അങ്ങോട്ടല്ലേ, ഇതിനകത്തൊന്നും നടക്കണ്ടേ? ഇതിനൊക്കെ തന്നെ ഒരു ബുദ്ധിമുട്ട്. ഒന്നും പറയണ്ടെന്നേ, ഒരു അബദ്ധം പറ്റിയിരിക്കുവാ. നീ എന്നെ കാര്യം പറ. എടാ, എന്റെ ആങ്ങളില്ലേ ജോമോനോ? ആ ജോമോന്. ജോമോനോട് ഞങ്ങള് കല്യാണാലോചന കാര്യം നിനക്കറിയത്തില്ലേ? ഈ കഴിഞ്ഞ ദിവസം ഞങ്ങള് പിന്നെ പത്രത്തിലൊരു പരസ്യം കൊടുത്തു, നമ്പരൊക്കെ വെച്ച്. പരസ്യം എല്ലാം കൊടുത്തു കഴിഞ്ഞു. ഒരു 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേന് പിന്നെ മാട്രിമോണിയനാന്ന് പറഞ്ഞുകൊണ്ട് ഒരു കോള് വരാൻ തുടങ്ങി. അപ്പൊ അവര് പറഞ്ഞ് രജിസ്ട്രേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. ഒരു 5000 രൂപ കൊടുത്ത് രജിസ്ട്രേഷൻ ചെയ്യാൻ പറഞ്ഞിട്ട് ഞങ്ങള് മാമിന്റെ അടുത്തുനിന്ന് ഞാൻ 5000 രൂപ വാങ്ങിച്ച് ഞാൻ രജിസ്ട്രേഷൻ ചെയ്തു. ഇഷ്ടപ്പെട്ട പെൺകുട്ടികളെ തിരഞ്ഞെടുത്തോളാൻ പറഞ്ഞുകൊണ്ട് അവരൊരു 3 ഫോട്ടോ നമുക്ക് അയച്ചു തന്നു. അയച്ചു തന്നതേണ്ട ഇത് കണ്ടോ, അതിനകത്തിൽ ഒരു പെൺകുട്ടിയുടെ ഫോട്ടോ യാതേണ്ട ഇത് ഇത് ഞാനാ. എടാ, ഏതെങ്കിലും ആൾക്കാർ ചെയ്യുന്നാന്നോ സ്വന്തം ആങ്ങളൊക്കെ പെങ്ങടെ ഫോട്ടോ അയച്ചു കൊടുക്കുന്നത്? ഈ മാട്രിമോണി പേരെന്തോ? മാട്രിമോണി സൈറ്റിന്റെ പേര് ഇംഗിതം. ഇംഗിതം മാട്രിമോണി സൈറ്റ്. ഇംഗിതോ? ഇംഗിതം ഞാനിത് എവിടെ കേട്ടിട്ടുണ്ടല്ലോ. ഇംഗിതം. ഇവിടെ ഒരു പാർട്ടി ഉണ്ട്. പുള്ളി പണ്ട് ഈ ബ്രോക്കറിംഗ് പരിപാടിയൊക്കെ ആയിരുന്നു. ഇപ്പൊ പുള്ളിയാണ്ട് മാട്രിമോണി പരിപാടി കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കാം. പുള്ളിയോടൊന്ന് ചോദിച്ചു, പുള്ളിക്ക് ഇതിനെ കുറിച്ച് അറിയാതിരിക്കുന്നു. നമുക്കൊന്ന് പോയി നോക്കിയാലോ? ഒരു കാര്യം ചെയ്യും, നമുക്ക് പോയി ഒന്ന് അന്വേഷിക്കാം. നീ ഒന്ന് സഹായിച്ചതിന് വലിയ ഉപകാരമായി. നീ കേറ്. ഞാനിപ്പോ ഒരു ബ്രോക്കറുടെ കാര്യം പറഞ്ഞില്ലേ, ആ പുള്ളിയാ വരുന്നത്. നമുക്ക് ചോദിച്ചു നോക്കാം. ചേട്ടാ എന്താണ് ചേട്ടൻ ഈ മറ്റേ കല്യാണം നടത്തുന്ന? ഇല്ല നടത്താറില്ല. അല്ല, ഈ ബ്രോക്കർ പണിയൊക്കെ ഉണ്ടായിരുന്നു, നിർത്തി. ഒരുപാടൊക്കെ കിട്ടി. അതുകൊണ്ട് പ്രാക്ക് ശാപം ഏറ്റോട്ടല്ല നിർത്തിക്കളഞ്ഞു. ഒന്നുമില്ല. ഞങ്ങള് ഒരാളെ തപ്പി ഇറങ്ങിയതാണ്. ആരെയാണ് കണ്ടാരാണ് പറഞ്ഞോളൂ. അതെ ചേട്ടാ, ഇവളുടെ ആങ്ങളൊക്കെ ഒരു കല്യാണങ്ങളുടെ കാര്യം വന്നു. ഒരിട്ടാ നല്ലതല്ലേ, കല്യാണം നടക്കട്ടെ, സന്തോഷമുള്ള കാര്യമല്ലേ. അതല്ല പ്രശ്നം. ഇപ്പൊ പൈസ കൊടുത്തു കഴിഞ്ഞപ്പോ അവിടുന്ന് ഇട്ട് തന്ന ഒരു 3 പെൺപിള്ളേരുടെ ഫോട്ടോ ഇട്ട് തന്നു. അപ്പൊ അതിലൊരു ഫോട്ടോ സ്വന്തം പെങ്ങളുടെ ഫോട്ടോ തന്നെയാ. ഈ പെൺകുട്ടിയുടെ ഫോട്ടോ? പെങ്ങളുടെ ഫോട്ടോ? അത് പൂക്കർത്തനമാണല്ലോ ചെയ്തത്. അത് ആരാ പൂക്കർത്തനം ചെയ്തത്? അതിപ്പോ അവന്റെ പേര്, അവന്റെ മാട്രിമോണി ഇംഗിതം. ഇംഗിതം ഇംഗിതം മാട്രിമോണി സൈറ്റ്. ഇല്ല, അറിയില്ല. ഇംഗിതം മാട്രിമോണി അറിയോ? ഇല്ല, അറിയില്ല. അല്ല, എവിടെയും കേട്ടിട്ടില്ല ചേട്ടൻ? ചേട്ടൻ കേട്ടിട്ടില്ല? ഇല്ല, കേട്ടിട്ടില്ല. ഈ ഭാഗത്തൊന്നും അല്ല. ഇവിടെ കേൾക്കാൻ വഴിയില്ല, അറിയില്ല. ആണല്ലേ? ഓക്കെ, നിങ്ങൾ ഒന്ന് അന്വേഷിക്കും. ഇവിടെ എവിടെ കാണും, നമുക്കറിയില്ല. ഈ ഭാഗത്തല്ല. അല്ല, അവരൊന്ന് കിട്ടണമായിരുന്നു. അതാ കിട്ടണമായിരുന്നല്ലേ? തപ്പി നോക്കി, ചിലപ്പോ കിട്ടും. ശരി. അറിയേണ്ടതാണല്ല. അയാൾക്കൊന്നും അറിയത്തില്ല. നീ വണ്ടി എടുക്ക. നീ ആ മാട്രിമോണിക്കാരൻ നമ്പറിങ് അല്ലണ്ട. ഹലോ ആരാണ്? ഹലോ ചേട്ടാ, മറ്റേ ഇംഗിതം മാട്രിമോണിയിലെ ആളല്ലേ? ഇംഗിതം മാട്രിമോണി, വാട്ട് യു വാണ്ട്? ഇപ്പൊ എവിടെയുണ്ട്? ഞാനിപ്പോ എറണാകുളം നഗരത്തില് ഡ്രൈവ് ചെയ്തോണ്ടിരിക്കുക. ശരി. അല്ല, എപ്പ ഒന്ന് കാണാൻ പറ്റും? ഒരു കാര്യം ചെയ്യും, നിങ്ങളൊരു 6:45 വിളിച്ചാല് ഞാനൊരു 7 മണിയാകുമ്പോ എടുക്കാൻ ശ്രമിക്കാം. ഓ ശരി. 7 മണിയാകുമ്പോൾ വിളിക്കാം കേട്ടോ. ആയിക്കോട്ടെ. പിടിച്ചേ. എന്താ ഇംഗിതം? എനിക്കറിയില്ല, നിങ്ങളോട് പറഞ്ഞല്ലോ അറിയില്ലെന്ന്. പിന്നെ ഞാനിപ്പോ വിളിച്ചപ്പോ തന്നെ എവിടെയാന്ന് പറഞ്ഞാ കൊച്ചിയിലാന്നോ? ഞാൻ ഒരാൾ വിളിച്ചപ്പം കൊച്ചിയിൽ നിൽക്കുമെന്ന് പറഞ്ഞു. ആ വിളിച്ച ആള് ഞാനാ. ആയിരുന്നോ? അതെ, ചില സമയത്ത് ചില കള്ളങ്ങളൊക്കെ ഞാൻ പറയും. മനഃപൂർവ്വമല്ല, രക്ഷപ്പെടാൻ വേണ്ടി. ബിസിനസിന്റെ ഭാഗമാണേ. ആങ്ങളുടെ കല്യാണം അല്ലെങ്കിൽ പെങ്ങളുടെ ഫോട്ടോ ഇട്ട് കൊടുക്കുന്നത്. എന്റെ പൊന്നു സഹോദരൻ, ഞാൻ അറിഞ്ഞു ഇത് പെങ്ങളാണോ ആങ്ങളാണെന്ന് എനിക്കറിയാവോ. തനിക്ക് എവിടുന്ന് ഈ ഫോട്ടോ ഒക്കെ കിട്ടുന്ന? ഞാൻ ഈ കുറെ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്, അതിന്റെ എല്ലാ അഡ്മിനാ ഞാൻ. കുളിര്, മറപ്പര, കുളിസീൻ, അതുപോലെ എത്തുനോട്ടം, പിന്നെ പുളിക്കടവ്, പുൽച്ചാടി, പച്ചപ്പുല്ല്, ഇതൊക്കെ ഇതിന്റെയൊക്കെ അഡ്മിനാണ് ഞാൻ.
കുട്ടി ഏതെങ്കിലും വാട്സപ്പ് ഗ്രൂപ്പിലുണ്ടോ? സ്നേഹത്തിനൊന്നും നമ്മുടെ ഞാൻ അതിന്റെ അഡ്മിനാ. അതിന്ന് പോയതായിരിക്കും. അപ്പൊ ഇതിപ്പോ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കട്ടെ. ഇങ്ങനെ പെമ്പിള്ളേരുടെ ഫോട്ടോ എടുത്ത് കണ്ടവർക്ക് അയച്ചു കൊടുത്ത് പൈസ എടുക്കുന്നതാണോ തന്റെ ബിസിനസ്? പക്ഷേ ഒരു കാര്യം ചെയ്യും, ഈ വന്ന പെൺകുട്ടിയുടെ ഈ പേര് ഞാനിപ്പോ വെട്ടുവാ പറഞ്ഞു. ആങ്ങളോടാന്ന് മനസ്സിലായി, പെങ്ങളെ മനസ്സിലായി. ഇനിയിപ്പോ നിങ്ങൾക്ക് ഇപ്പൊ എന്താണ് വേണ്ടത്? എന്റെ ഭാഗത്തും അബദ്ധം പറ്റിപ്പോയി, ക്ഷമിക്കാം. കാല് പിടിക്കാം, ക്ഷമിക്കാം. കാലൊന്നും പിടിക്കണ്ട. ഇപ്പൊ ഇവിടെ 5000 രൂപ പോയി കല്യാണം നടക്കുന്നില്ലെന്ന് പറഞ്ഞ എന്ത് ചെയ്യും? ഞാൻ ഏറ്റിട്ടുണ്ടെങ്കിൽ ഞാൻ മറുകൃതി ചെയ്തിരിക്കും. നിങ്ങൾക്ക് ഇപ്പം കല്യാണം നടത്തണോ അതോ ഞാൻ മേടിച്ച പൈസ തിരിച്ചു തരണോ? എന്റെ ആങ്ങളൊക്കെ ഒരു കല്യാണം നടത്തിയാൽ മതി. അത്രയല്ലോ. പെൺകുട്ടിയെ ഞാൻ തരും, നല്ല ഒന്നാം തരം പെൺകുട്ടി. സർക്കാർ ജോലിയുള്ള കുട്ടിയെ കിട്ടിയ കൈക്കോ? അത് കുഴപ്പമില്ല, കുഴപ്പമില്ല. തരാം. സർക്കാർ ജോലിയുള്ള കുട്ടിയെ നല്ല ഒന്നാം തരം കുട്ടിയെ ഞാൻ തരാം. കിടക്കുന്നൊരു ബസ് മുക്കി പല്ല് പെയിന്റടിക്കാൻ. സർക്കാർ ജോലിയുള്ള കുട്ടിയാണ്. നോക്കിയേ, ഇത് കൊള്ളാം കേട്ടോ. വെച്ച് ഈ കൊച്ചു കൊള്ളാം കേട്ടോ. അപ്പച്ചി അമ്മായിയെ നോക്കട്ടെ.